പാട്രിയോട്ട് എന്ന സിനിമേൻ്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് ബോക്സ് ഓഫീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ കേരളം, റെസ്റ്റ് ഓഫ് ഇന്ത്യ, ഓവർസീസ്, ഡൊമസ്റ്റിക്, ടോട്ടൽ ഓവർസീസ്, വേൾഡ് വൈഡ് ടോട്ടൽ. പിന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ ഹയസ്റ്റ് ഓപ്പണിംഗ് സിനിമ ഓൾ ടൈം, അതുപോലെ തന്നെ കേരള സിനിമകൾ അല്ലെങ്കിൽ മലയാള സിനിമകളുടെയും ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിങ്. അപ്പോൾ വീഡിയോയിലോട്ട് തന്നെ പോകും, ഒട്ടും സമയം കളയാതെ. അതിന് മുമ്പ് സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇൻബോക്സ് ചെയ്യപ്പെടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യ കളക്ഷൻ നമ്മുടെ കേരളത്തിൽ നിന്ന് ആരംഭിക്കും. നമുക്ക് കേരളത്തിലെ സിനിമയ്ക്ക് ഓപ്പണിംഗ് ആയിട്ട് 8,05,00,000 കാണാൻ സാധിച്ചത് ഓപ്പണിംഗ് കളക്ഷൻ ആയിട്ട്. നിലവിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഓപ്പണിംഗ് ഓൾ ടൈം കേരള ഗ്രോസേഴ്സിൽ നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയാണ് 14,07,00,000 അതും നമ്മുടെ തലപതിയുടെ ലിയോ സിനിമേൻ്റെ 12 കോടി തകർത്തിട്ടാണ് എമ്പുരാൻ സിനിമ കയറിയത്. മൂന്നാം സ്ഥാനം കൂലി സിനിമയാണ് 9,75,00,000 നാലാം സ്ഥാനം KGF ചാപ്റ്റർ 2 ആയിരുന്നു 7,25,00,000 ആ ഒരു സിനിമയുടെ റെക്കോർഡ് നമ്മുടെ പാട്രിയോട്ട്, നമ്മുടെ ലാലേട്ടനും മമ്മൂക്കിയും വന്ന് അതും 18 വർഷത്തെ റിയൂണിയനാണ് തകർത്തിട്ടുണ്ട് നമ്മുടെ KGFൻ്റെ റെക്കോർഡ്. അങ്ങനെ നാലാം സ്ഥാനം പാട്രിയോട്ടിൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാലും കൂലി, ലിയോ, എമ്പുരാൻ ഈ സിനിമകളൊക്കെ ഇനി ഏത് സിനിമ തകർക്കുമെന്ന് കൺബോക്സ് ചെയ്യപ്പെടുക. ഇനി നമ്മുടെ കേരളത്തിലെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് പരിശോധിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും എമ്പുരാൻ തന്നെയാണ് 14,07,00,000. പക്ഷെ തൊട്ട് പിന്നാലെയായിട്ട് അതിനുശേഷം ഇനി ആരുണ്ട് ചോദിക്കുകയാണെങ്കിൽ ലൂസിഫർ, ബബ്ബബ്ബ, ഒടിയൻ എന്നീ സിനിമകളൊക്കെ തകർത്തുകൊണ്ട് പാട്രിയോട്ട് എന്ന സിനിമ തന്നെയാണ് 8,30,00,000. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിൽ പരിശോധിക്കുകയാണെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇന്ത്യൻ്റെ മറ്റ് ഭാഗത്തേക്കായിട്ട് സിനിമയ്ക്ക് ഓപ്പണിങ്ങിൽ 3,20,00,000. ഇനി ഓവർസീസിലോട്ട് പോകാം. ഓവർസീസിലൊക്കെ സിനിമയ്ക്ക് നല്ലൊരു ബുക്കിങ്സ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഓൾമോസ്റ്റ് സിനിമയ്ക്ക് 16,35,00,000 ഓവർസീസിലെ സിനിമേൻ്റെ കളക്ഷൻ കാണാൻ സാധിച്ചത്. ഇനി ഡൊമസ്റ്റിക് ആണ്. ടോട്ടൽ ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് എത്ര കോടിയാണ് കാണാൻ സാധിച്ചത്? 11,07,00,000 സിനിമയ്ക്ക് ടോട്ടൽ ഡൊമസ്റ്റിക് ആയിട്ട് കാണാൻ സാധിച്ച കളക്ഷൻ നമ്പേഴ്സ്. ഇനി ഓവർസീസ് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ഓവർസീസ് 16,35,00,000 തന്നെയാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് സിനിമയ്ക്ക് ഓപ്പണിംഗ് ആയിട്ട് 28,05,00,000. രണ്ടാമത്തെ ഹയസ്റ്റ് ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് സിനിമയാണ് മോളിവുഡിൽ ഇതുവരെ വന്ന മലയാള സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. എന്തായാലും അത്യാവശ്യം നല്ലൊരു ഹൈപ്പുള്ള സിനിമ തന്നെയായിരുന്നു. എന്നാൽ പോലും സിനിമ എന്തായാലും ഒരു ഹിറ്റ് ആവാനുള്ള ചാൻസ് കാണുന്നുണ്ട് ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലോപ്പ് ആവാനുള്ള ചാൻസും കാണുന്നുണ്ട്. കാരണം ബഡ്ജറ്റ് ഓൾമോസ്റ്റ് 120 കോടിന് മുകളിലാണ്. നിലവിലെ സിനിമയ്ക്ക് ആവറേജ് റെസ്പോൺസ് ആണ് മെയിനായിട്ട്. കാരണം എല്ലാവരും ഇതൊരു മാസ്സായ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് മെറ്റീരിയൽ ആയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം രണ്ട് ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസാണ് പോവുക. എന്തായാലും ഇതൊരു കംപ്ലീറ്റ് മമ്മൂക്ക സിനിമയാണ്. ഒരു സീരിയസ് ആയ ഒരു കണ്ടന്റ് ഒക്കെ ഡെലിവർ ചെയ്യുന്ന സിനിമയാണ്. കണ്ടവരെന്തായാലും മറക്കാതെ അഭിപ്രായം ഇൻബോക്സ് ചെയ്യപ്പെടുക. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യുക പാട്രിയോട്ട് എന്ന സിനിമേൻ്റെ ഗംഭീരമായ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. പക്ഷേ എല്ലാവരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. കാത്തിരിക്കുന്ന ചെയ്യുക മറ്റൊരു സിനിമാ വീഡിയോസിലായിട്ട്.